കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തമിഴ് പ്രേക്ഷകരെ കയ്യിലെടുത്ത മലയാള സിനിമകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. വലിയ ഹൈപ്പില്ലാതെ വന്ന് തിയേറ്ററുകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുകയും മോളിവുഡിനെ പ്രശസ്തമാക്കുകയും ചെയ്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഇപ്പോഴത്തെ കളക്ഷനിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ച മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കോടതി. അരൂർ സ്വദേശി സിറാജ് സമർപ്പിച്ച ഹർജിയിലാണ് എറണാകുളം സബ് കോടതി ഉത്തരവിട്ടത്. സിനിമയ്ക്കായി 7 കോടി രൂപ മുടക്കിയിട്ട് ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകിയില്ലെന്ന് സിറാജ് പരാതിയിൽ പറയുന്നു. ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസിന്റെയും പാർട്ട്ണർ ഷോൺ ആന്റണിയുടെയും 40 കോടിയുടെ ബാങ്ക് അക്കൗണ്ടാണ് സബ് കോടതി ജഡ്ജി സുനിൽ വർക്കി മരവിപ്പിച്ചത്. ചിത്രത്തിന്റെ നിർമ്മാണത്തിന് 7 കോടി മുതൽ മുടക്കിയെന്നാണ് സിറാജ് വലിയത്തറ ഹമീദ് സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയ ശേഷം ലാഭമോ മുതൽ മുടക്കോ നൽകാതെ കബളിപ്പിച്ചെന്നാണ് ഹർജി. ആഗോളതലത്തിൽ ഇതുവരെ 220 കോടി രൂപ കളക്ഷൻ നേടിയിട്ടുണ്ടെന്നും OTT പ്ലാറ്റ്ഫോമുകൾ മുഖേന 20 കോടിയോളം രൂപ നേടിയിട്ടുണ്ടെന്നും ഹർജിയിൽ പറയുന്നു. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചു. ഹർജി ഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ ഹാജരായി. മലയാള സിനിമാ ചരിത്രത്തിൽ 200 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. ഫെബ്രുവരി 22-നാണ് തിയേറ്ററുകളിൽ എത്തിയത്. തമിഴ് ഡബ്ബിംഗ് ഇല്ലാതെ തമിഴ്നാട്ടിൽ 50 കോടി നേടുന്ന ആദ്യ ഇതരഭാഷാ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. ചിദംബരം സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രത്തിന് മലയാളത്തിന് പുറത്തുനിന്നും നല്ല പ്രതികരണമായിരുന്നു. പറവ ഫിലിംസും ശ്രീ ഗോകുലം മൂവീസും ചേർന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച ചിത്രം ബാബു ഷാഹിർ, സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് നിർമ്മിച്ചത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് വാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ചന്തു സലിംകുമാർ, അഭിറാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൾ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മഞ്ഞുമൽ ബോയ്സ് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ചിത്രീകരിച്ചത്.